ലോക്കപ്പിനുള്ളിൽ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി സ്വദേശി ഷോജോ ജോണാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവിനെ എക്സൈസ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയതെന്ന ഭാര്യ ജ്യോതി 24നോട്. 2 കിലോ ഹാഷിഷ് ഓയിലുമായി ഇന്നലെ രാത്രിയാണ് ഷോജോയെ എക്സൈസ് പിടികൂടിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു അപ്ഡേറ്റ്സുമായി. ഇപ്പോൾ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഭാര്യ ജ്യോതിയുടെ. ചെറിയൊരു കടുങ്കൈ ചെയ്ത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോഴേക്കും മോർച്ചറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂയിസൈഡ് ചെയ്താണ് പറയണമെങ്കിലും അവിടെ സ്റ്റേഷനിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? കാരണം ഇന്നലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താലും ജയിലിലിടാനുള്ള സമയമായോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് മറ്റു കാര്യങ്ങളൊന്നും രാവിലെ ഇല്ലേ. പക്ഷെ അതിന് മുമ്പേ എങ്ങനെ ഇവർ സൂയിസൈഡ് ചെയ്തു പറഞ്ഞു. അപ്പോൾ അവരിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് തരേണ്ടത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അവർ തല്ലി കൊന്നാണെന്നാണ് ഞങ്ങൾക്ക്, കാരണം ബോഡി കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടുമൊന്നുമില്ല, ഞാൻ കുറ്റം സമ്മതിച്ചാണ്. അപ്പം എൻ്റെ കയ്യാമം വെച്ചിട്ടും 2-3 പേര് തള്ളിക്കൊണ്ടാണ് പോയത്. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഓടില്ല പറഞ്ഞു. എന്ത് കേസാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവാന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള ആളെങ്ങനെ സൂയിസൈഡ് ചെയ്യും? കുറ്റം ഏറ്റു പറഞ്ഞ ആൾ എന്തായാലും അടുത്ത നടപടിക്ക് പോവുമല്ലോ. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നാമത് 3 പെൺകുട്ടികളാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ഇന്നലെയാണ് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായി ഈ ഷോജോ ജോൺ, ഇടുക്കി സ്വദേശിയാണ് ഇദ്ദേഹം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലക്കാടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ ഈ എക്സൈസ് പിടികൂടുന്നത്. എക്സൈസ് ടവറിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്ന് പുലർച്ചെ സ്വന്തം ഉടുമുണ്ട് അഴിച്ചു മാറ്റി അത് ലോക്കപ്പിൽ കെട്ടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഞാനിപ്പോഴുള്ള പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കുടുംബം ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത്. കാരണം കുറ്റം സമ്മതിച്ചയാളായിരുന്നു ഷോജോ ജോൺ. കുറ്റം സമ്മതിച്ചയാൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക എന്നാണ് ഭാര്യ ജ്യോതി ചോദിക്കുന്നത്. അവർ പറയുന്നത് ഇദ്ദേഹത്തെ ഒരാൾ ട്രാപ്പിൽ പെടുത്തിയതാണ്. നേരത്തെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് സാധനങ്ങളൊന്നും തന്നെ കടത്തിയതായിട്ടുള്ള കേസ് ഷോജോക്കെതിരെ ഇല്ല. ഒരാൾ കുരുക്കിൽ കുടുക്കിയതിനെ തുടർന്നാണ് എക്സൈസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം സമ്മതിക്കുകയും തനിക്ക് ഇത്തരത്തിലൊരാൾ കൊണ്ടുവന്ന് തന്നതാണ് എന്ന് എക്സൈസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അതുകൂടാതെ ചില സംശയങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു പ്രതിയെ ലോക്കപ്പിലാക്കിയിട്ട് അവിടെ ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? അത് ഉദ്യോഗസ്ഥർ കണ്ടില്ലേ എന്നൊക്കെ ഭാര്യ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഇവിടെ ഈ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം പറ്റിയെന്നുള്ള വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ എക്സൈസിൽ നിന്ന് ലഭ്യമായിരുന്നത്. പിന്നീട് അവരിവിടെ എത്തിയപ്പോഴാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം അറിയുന്നത്. അവർ കൃത്യമായി ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതാണ്ട് 2 ഗ്രാം ഹാഷിഷ് ഓയിലാണ് ഇവിടെ എത്തിച്ചിരുന്നത്. വിപണിയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ വില വരുന്നതാണ്. ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചു എന്നാണ് എക്സൈസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും കൊണ്ടുവന്ന ഹാഷിഷ് ഓയിൽ എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ പരിശോധനകളും മറ്റും നടക്കാതിരിക്കാൻ ഇവരുടെ വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപായി അവിടെ ചില നായകളെയൊക്കെ വളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൈസ് സംഘത്തിന് ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് എക്സൈസിന്റെ വിശദീകരണം. എന്തായാലും ലോക്കപ്പിൽ നിന്ന് ഒരു പ്രതി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് എക്സൈസിന്റെ വീഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ളതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്, കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചു പോരുകയാണ്. ഒരു പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റിയേക്കുമെന്നുള്ള വിവരങ്ങളുമുണ്ട്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ് കുടുംബം. അവർ പറയുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.